വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ്. കേരളത്തിലെ ഭക്ഷ്യ കാർഷിക വിളകൾ എന്ന് പറയുന്ന ഒരു ടോപ്പിക്ക് LGSന്റെ സിലബസിലുണ്ട് കേട്ടോ. അപ്പൊ ആ ടോപ്പിക്കുമായിട്ട് റിലേറ്റഡ് ആയിട്ട് നമ്മൾ ഒരു 5 വർഷം ചോദിച്ചിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളാണ് പഠിക്കാനായിട്ട് പോകുന്നത്. ക്ലാസ്സിലേക്ക് കടന്നാലോ? ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? മലയൻ ഡ്വാർഫ് എന്നത് ഏത് വിളയുടെ സങ്കര ഇനമാണ്? മലയൻ ഡ്വാർഫ് എന്നത് എന്തിന്റെ സങ്കര ഇനമാണ്? തെങ്ങിന്റെ സങ്കര ഇനമാണ്. തിലോത്തമ ഏത് കാർഷിക വിളയാണ്? തിലോത്തമ എന്തിന്റെ കാർഷിക വിളയാണ്? തിലോത്തമ എള്ളിന്റെ അത്യുൽപാദന ശേഷിയുള്ള വിളയാണ്. തിലോത്തമ എള്ളിന്റെയാണ് കേട്ടോ. കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് കാസർഗോഡ് ജില്ലയിലാണ്. അടുത്തത് ഹരിറാണി എന്നറിയപ്പെടുന്നത് ഏത് പച്ചക്കറി ഇനമാണ്? ഹരിറാണി ഏതാണ്? കേബേജ് ആണ്. ആനക്കൊമ്പൻ ഏത് വിളയുടെ നാടൻ ഇനത്തിന് ഉദാഹരണമാണ്? ആനക്കൊമ്പൻ എന്ന് പറയുന്നത് എന്തിന്റെ വിളയാണ്? ആനക്കൊമ്പൻ വെണ്ടയുടെയാണ്. ആനക്കൊമ്പൻ ഏതിന്റെയാണ്? വെണ്ടയുടെയാണ്. അടുത്തത് കശുവണ്ടി ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന സ്ഥലം ഏതാണ്? കശുവണ്ടി ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് ആനക്കയത്താണ്. കശുവണ്ടി ഗവേഷണ കേന്ദ്രം എവിടെ സ്ഥിതി ചെയ്യുന്നു? ആനക്കയം. കേരള റബ്ബർ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കേരള റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ആസ്ഥാനം കോട്ടയം ജില്ലയാണ്. റബ്ബർ ബോർഡിന്റെ ആസ്ഥാനം എവിടെയാണ്? കേരളത്തിൽ റബ്ബർ ബോർഡിന്റെ ആസ്ഥാനവും എവിടെ തന്നെയാണ്? കോട്ടയത്താണ്. കേരളത്തിലെ ഇഞ്ചി ഗവേഷണ കേന്ദ്രത്തിന്റെ ആസ്ഥാനം എവിടെയാണ്? കേരളത്തിലെ ഇഞ്ചി ഗവേഷണ കേന്ദ്രം അമ്പലവയലാണ്. അമ്പലവയലാണ് കേരളത്തിലെ ഇഞ്ചി ഗവേഷണ കേന്ദ്രം. എവിടെയാണ്? അമ്പലവയലാണ്. മുട്ട ഉൽപാദനവുമായി ബന്ധപ്പെട്ട വിപ്ലവം ഏതാണ്? മുട്ട ഉൽപാദനവുമായി ബന്ധപ്പെട്ട വിപ്ലവത്തിന്റെ പേര് രജത വിപ്ലവം എന്നാണ്. രജത വിപ്ലവമാണ് മുട്ട ട്ടോ. ഇനി അടുത്തത് മുട്ട രജത വിപ്ലവം. ഇനി അടുത്തത് സിൽവർ വിപ്ലവം എന്തിന്റെ ഉൽപാദനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? സിൽവർ വിപ്ലവം എന്ന് പറഞ്ഞാലും എന്ത് ഉൽപാദനമാണ്? മുട്ട ഉൽപാദനമാണ്. അടുത്ത വളരെ പ്രധാനമാണ്, പരീക്ഷയ്ക്ക് എപ്പോഴും ചോദിക്കാറുള്ള ചോദ്യം തന്നെയാണ് ആവർത്തിച്ച്. സെറികൾച്ചർ എന്നത് സെറികൾച്ചർ എന്ന പദം ഏത് കൃഷിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? സെറികൾച്ചർ പട്ടുനൂൽ കൃഷിയാണ് സെറികൾച്ചർ. കേരളത്തിലെ നെല്ല് ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കേരളത്തിലെ നെല്ല് ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് പട്ടാമ്പിയിലാണ്. ഇനി അടുത്തത് യവനപ്രിയ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്നത് ഏതാണ്? യവനപ്രിയ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്നത് ഏതാണ്? കുരുമുളകാണ്. ഏത് വിളയുടെ അത്യുൽപാദന ശേഷിയുള്ള വിത്തിനമാണ് പന്നിയൂർ 1 എന്നത്? പന്നിയൂർ 1 എന്നത് കുരുമുളകിന്റെ അത്യുൽപാദന ശേഷിയുള്ള വിത്തിനമാണ്. കവുങ്ങിനെ ബാധിക്കുന്ന മഹാളി രോഗത്തിന്റെ രോഗകാരി ഏതാണ്? കവുങ്ങിനെ ബാധിക്കുന്ന മഹാളി രോഗത്തിന്റെ രോഗകാരി ഏതാണ്? ഫംഗസ് ആണ്. കാറ്റുവീഴ്ച ഏത് വിളയെ ബാധിക്കുന്ന രോഗമാണ്? കാറ്റുവീഴ്ച ബാധിക്കുന്നത് തെങ്ങിനെയാണ്. കാറ്റുവീഴ്ച എന്തിനെ ബാധിക്കുന്നു? തെങ്ങിനെ. മണ്ടരി രോഗം ഏത് വിളയെ ബാധിക്കുന്ന രോഗമാണ്? മണ്ടരി രോഗം ബാധിക്കുന്നതും എന്തിനെ തന്നെയാണ്? തെങ്ങാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഭൂമി കാർഷിക ആവശ്യത്തിന് ഉപയോഗിക്കുന്നത് ഏത് ജില്ലയാണ്? കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഭൂമി കാർഷിക ആവശ്യത്തിന് ഉപയോഗിക്കുന്നത് പാലക്കാട് ജില്ലയാണ്. ക്യൂണികൾച്ചർ, എന്താണ്? ക്യൂണികൾച്ചർ എന്തിനെ സൂചിപ്പിക്കുന്നു? ക്യൂണികൾച്ചർ എന്താണ്? മുയൽ വളർത്തലാണ്. പച്ചക്കറി കൃഷിയെ സംബന്ധിച്ച പഠനശാഖ ഏതാണ്? പച്ചക്കറി കൃഷി ഒലേറി കൾച്ചർ ആണ്. പച്ചക്കറി കൃഷി ഒലേറി കൾച്ചർ ആണ്. മുന്തിരിയുടെ ശാസ്ത്രീയ നാമം എന്താണ്? മുന്തിരി കൃഷിയുടെ ശാസ്ത്രീയ നാമം, മുന്തിരി കൃഷി എന്താണ്? മുന്തിരി കൃഷിയുടെ ശാസ്ത്രീയ നാമം വിറ്റി കൾച്ചർ എന്നാണ്. ഇനി അടുത്തത് കർഷക ദിനം എന്നാണ്. കേരള കർഷക ദിനം എന്നാണ്? ചിങ്ങം 1. കേരളത്തിൽ പരമ്പരാഗത വ്യവസായത്തിൽ 1-ാം സ്ഥാനത്ത് നിൽക്കുന്ന ഒരു വ്യവസായമാണ് ഏത്? കയർ വ്യവസായം. പരമ്പരാഗത വ്യവസായത്തിൽ ട്ടോ.
ഇനി അടുത്തത് മാരി കൾച്ചർ എന്തുമായി ബന്ധപ്പെട്ടതാണ്? മാരി കൾച്ചർ കടൽ മത്സ്യ കൃഷിയുമായി ബന്ധപ്പെട്ടതാണ്. ശാസ്ത്രീയമായ രീതിയിൽ നടത്തുന്ന മത്സ്യ കൃഷിക്ക് പറയുന്ന പേര് എന്താണ്? ശാസ്ത്രീയമായി നടത്തുന്ന മത്സ്യ കൃഷിക്ക് എന്ത് വിളിക്കുന്നു? പിസി കൾച്ചർ എന്ന് വിളിക്കുന്നു. ഏത് ജീവിയെ ശാസ്ത്രീയമായി വളർത്തുന്നതാണ് എപ്പി കളർച്ചർ? തേനീച്ച ശാസ്ത്രീയമായി വളർത്തുന്നതാണ് എന്താ? എപ്പി കൾച്ചർ എന്നത്. തേനീച്ച. തിരുവാതിര ഞാറ്റുവേല ഏത് രാശിയിലാണ്? തിരുവാതിര ഞാറ്റുവേല ഏത് രാശിയിലാണ്? മിഥുനം രാശിയിലാണ്. ഒരു ഞാറ്റുവേലയുടെ കാലയളവ് എത്രയാണ്? 13-14 ദിവസമാണ് ഒരു ഞാറ്റുവേലയുടെ കാലയളവ് എന്ന് പറയുന്നത്. ഖാരിഫ് കാലം ഏതാണ്? ഖാരിഫ് വിളയുടെ കാലം എന്ന് പറയുന്നത് എന്താണ്? ജൂൺ മുതൽ സെപ്റ്റംബർ വരെയുള്ള കാലമാണ് ഖാരിഫ് കാലം. ഏതാണ്? ജൂൺ മുതൽ സെപ്റ്റംബർ വരെയുള്ള കാലത്തെയാണ് ഖാരിഫ് കാലം എന്ന് പറയുന്നത്. ഇനി അടുത്തത് റാബി വിളകളിൽ ഉൾപ്പെടുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു റാബി വിള ഏത് എന്ന് ചോദിച്ചേക്കാണ്. നെല്ല്, ചോളം, ബാർലി, പരുത്തി. റാബി വിളയ്ക്ക് ഉദാഹരണമാണ് ഏത് എന്ന് പറയുന്നത്? ബാർലി. ബാർലി ഒരു റാബി വിളയാണ്. അടുത്തത് സയ്യിദ് വിളയിൽ ഉൾപ്പെടുന്നത് ഏത്? പഴവർഗം. പഴവർഗം ഒരു സയ്യിദ് വിളയാണ്. പഴവർഗം ഒരു സയ്യിദ് വിളയാണ്. കേരളത്തിൽ റബ്ബർ കൃഷിക്ക് അനുയോജ്യമല്ലാത്ത വടക്കൻ ജില്ല ഏത്? റബ്ബർ കൃഷിക്ക് അനുയോജ്യമല്ലാത്ത വടക്കൻ ജില്ല ഏതാണ്? വയനാടാണ്. റബ്ബർ കൃഷിക്ക് അനുയോജ്യമല്ലാത്ത കണ്ണൂരോ കോഴിക്കോടോ വയനാടോ കാസർഗോഡോ എന്ന് ചോദിച്ചാൽ വയനാട് കേട്ടോ. ഇനി അടുത്തത് നീല വിപ്ലവം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? നീല വിപ്ലവം എന്താണ്? മീനാണ്. നീല വിപ്ലവം ഏതാണ്? മീനാണ്. കാർഷിക ഉൽപാദനത്തിൽ വരുത്തിയ ഗണ്യമായ പുരോഗതിക്ക് വിളിക്കുന്ന പേര് എന്താണ്? എന്താണ്? ഹരിത വിപ്ലവമാണ്. അതുപോലെ ഇന്ത്യയിൽ ഹരിത വിപ്ലവം കൂടുതൽ വിജയകരമായത് ഏത് വിളയിലാണ്? ഹരിത വിപ്ലവം കൂടുതൽ വിജയകരമായത് ഗോതമ്പിലാണ്. ഹരിത വിപ്ലവത്തിൽ ഏറ്റവും മെച്ചമുണ്ടായ നാണ്യവിള ഏതാണ്? അതിന് ഉദാഹരണം എന്താണ്? കരിമ്പാണ്. ഓപ്ഷൻസ് തേയില, കരിമ്പ്, ചണം, പരുത്തി എന്ന് തന്നേക്കാണ് 2021 നടന്നിട്ടുള്ള എക്സാമിന്റെ ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഹരിത വിപ്ലവത്തിന് നേതൃത്വം നൽകിയ ശാസ്ത്രജ്ഞൻ ആരാണ്? ഡോക്ടർ MS സ്വാമിനാഥനാണ്. MS സ്വാമിനാഥൻ വികസിപ്പിച്ച ഗോതമ്പ് ഇനത്തിന്റെ പേര് എന്താണ്? എന്താണ്? സബർമതി. സബർമതി സൊണോറ എന്നതാണ്. സബർമതി സൊണോറ എന്നതാണ്. ഹരിത വിപ്ലവത്തിന് ഇന്ത്യയിൽ നേതൃത്വം കൊടുത്തത് ആരാണ്? നേരത്തെ പറഞ്ഞു MS സ്വാമിനാഥനാണ്. കശുവണ്ടി ഗവേഷണ കശുവണ്ടി കേരളത്തിൽ ഗവേഷണമല്ല, താഴെ പറഞ്ഞതിൽ കേരളത്തിലെ കശുവണ്ടി കേന്ദ്രം ഏത്? കല്ലായി, വളപട്ടണം, ആലപ്പുഴ, കൊല്ലം. അപ്പൊ കൊല്ലം കശുവണ്ടിയുടെ നാട് എന്നൊക്കെയാണ് കൊല്ലത്തെ കേരളത്തിൽ വിളിക്കണ കേട്ടോ. ഇനി അടുത്തത് കാപ്പെക്സ് എന്ന സഹകരണ സ്ഥാപനം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കാപ്പെക്സ്. കാപ്പെക്സ് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കശുവണ്ടിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നതാണ് കാപ്പെക്സ്. കശുവണ്ടി വ്യവസായത്തിന് പ്രസിദ്ധമായ ജില്ല ഏതാണ്? കശുവണ്ടി വ്യവസായത്തിന് പ്രസിദ്ധമായ ജില്ല ഏതാണ്? കൊല്ലം ജില്ലയാണ് കേട്ടോ. ഏലം അധികമായി കൃഷി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ്? ഏലം ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്നത് ഇടുക്കി ജില്ലയിലാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ സ്ഥലത്ത് കൃഷി ചെയ്യുന്ന കാർഷിക വിള ഏതാണ്? കേരളത്തിൽ ഏറ്റവും കൂടുതൽ സ്ഥലത്ത് കൃഷി ചെയ്യുന്ന കാർഷിക വിള തെങ്ങാണ്. ലോക നാളികേര ദിനം എന്നാണ്. ലോക നാളികേര ദിനം സെപ്റ്റംബർ 2 കേരളത്തിൽ കേന്ദ്ര തെങ്ങ് ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കേന്ദ്ര തെങ്ങ് ഗവേഷണ കേന്ദ്രം കേരളത്തിൽ സ്ഥിതി ചെയ്യുന്നത് കായംകുളത്താണ്. കണ്ണാറ കാർഷിക ഗവേഷണ കേന്ദ്രം ഏത് വിളയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കണ്ണാറ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? വാഴ. കേരളത്തിൽ കരിമ്പ് ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കേരളത്തിൽ കരിമ്പ് ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് പത്തനംതിട്ട ജില്ലയിലാണ്. കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം എവിടെയാണ്? കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം തിരുവനന്തപുരം ജില്ലയിലാണ്. റബ്ബറിനുണ്ടാകുന്ന വിലയിടിവ് ഏറ്റവും ബാധിക്കുന്ന സംസ്ഥാനം ഏതാണ്? കേരളമാണ്. കേന്ദ്ര നെല്ല് ഗവേഷണ കേന്ദ്രം എവിടെയാണ്? കേന്ദ്ര നെല്ല് ഗവേഷണ കേന്ദ്രം കട്ടക്കിലാണ്. ഇനി അടുത്തത് ഓപ്പറേഷൻ ഫ്ലഡ് എന്ന ഗ്രാമവികസന പരിപാടി എന്തുൽപാദനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? പാൽ ഉൽപാദനവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ധവള വിപ്ലവവുമായി ബന്ധപ്പെട്ട വ്യക്തി ആരാണ്? ധവള വിപ്ലവവുമായി ബന്ധപ്പെട്ട വ്യക്തി ആരാണ്? വർഗീസ് കുര്യനാണ്.
മാഗ്സസെ അവാർഡ് നേടിയ ആദ്യ ഇന്ത്യൻ പൗരൻ ആരാണ്? ഇന്ത്യൻ പൗരനായ മലയാളി, അതും ആരണ്യാണ്? വർഗീസ് കുര്യൻ. മാഗ്സസെ അവാർഡ് നേടിയ ആദ്യ ഇന്ത്യൻ പൗരനായ മലയാളി വർഗീസ് കുര്യൻ. യൂണിവേഴ്സൽ ട്ടോ, യൂണിവേഴ്സൽ, യൂണിവേഴ്സൽ ഫൈബർ, യൂണിവേഴ്സൽ ഫൈബർ എന്ന് അറിയപ്പെടുന്നത് ഏതിനെയാണ്? യൂണിവേഴ്സൽ ഫൈബർ എന്നറിയപ്പെടുന്നത് പരുത്തിയെയാണ്. തേജസ് ഏത് വിളയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? തേജസ് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? തേജസ് പച്ചമുളക്. ശ്രീവിശാഖ്, ശ്രീസന്ധ്യ, ശ്രീജയ എന്നിവ എന്താണ്? ശ്രീവിശാഖ്, ശ്രീസന്ധ്യ, ശ്രീജയ തുടങ്ങിയവ സങ്കര ഇനം മരച്ചീനിക്ക് ഉദാഹരണമാണ്. അപ്പൊ ഇത്രയാണ് കേട്ടോ നമ്മള് കേരളത്തിലെ കാർഷികവുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ് നമ്മള് പഠിച്ചത് കേട്ടോ. ഇനി അടുത്ത ദിവസം നമുക്ക് വനവിഭവങ്ങൾ, വനങ്ങള്, അതുപോലെ വനവിഭവങ്ങള്, സാമൂഹിക വനവൽക്കരണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഭാഗമുണ്ട്, അത് പഠിക്കണം. അപ്പൊ നമുക്ക് കേരളത്തിലെ കടുവ, കേരളല്ല തന്നെ കടുവ സംരക്ഷണ കേന്ദ്രങ്ങൾ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കണ്ടിട്ടില്ലേ? അപ്പൊ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് വനവുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം നാളെ പഠിക്കാം കേട്ടോ.